ഇന്ന് ജൂൺ 19 ദേശീയ വായനാ ദിനം. ദേശീയ വായനാ ദിനത്തോടനുബന്ധിച്ച് ഇന്നത്തെ തലമുറയ്ക്ക് അല്ലെങ്കിൽ വരും തലമുറയ്ക്ക് ഒരു ബോധവൽക്കരണം നൽകിക്കൊണ്ട് ഈ സ്കിറ്റ് ഞങ്ങൾ അവതരിപ്പിക്കുന്നു. ടി വി നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്തിൽ പത്രം നോക്കാത്തത് എന്താ? പത്രത്തിൽ എന്താ ഉള്ളത്? ഇന്ന് വായനാ ദിനമല്ലേ? അതെന്താണ്? ജൂൺ 19 1996 ജൂൺ 19 വായനാ ദിനമായി ആചരിച്ചു വരുന്നത്. കേട്ടോ? PM പണിക്കരെ പറ്റി അറിയാമോ നിനക്ക്? അദ്ദേഹം ആരാണെന്ന് അറിയാമോ? അദ്ദേഹമാണ് കേരള ഗ്രന്ഥശാലയുടെ സ്ഥാപകൻ. കേട്ടോ? അദ്ദേഹത്തിന്റെ ചരമദിനമാണ് ജൂൺ 19 വായനാ ദിനമായി ആചരിച്ചു വരുന്നത്. നമ്മൾ മനസ്സിലായോ? പിന്നെ നിങ്ങളുടെ സ്കൂളുകളിലൊക്കെ ഒരുപാട് പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കുന്നുണ്ട്. ഈ വായനാ ദിനവുമായി ബന്ധപ്പെട്ട് സ്കൂളുകളിലൊക്കെ ഒരുപാട് പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കുന്നുണ്ട്. അതൊന്നും മോൾക്ക് അറിയില്ലേ? അതൊക്കെ മോൾ മനസ്സിലാക്കണം. കേട്ടോ? നമ്മുടെ ശരീരത്തിന് വ്യായാമം എത്രയും പ്രധാനപ്പെട്ടതാണോ അതുപോലെ തന്നെയാണ് വായന നമ്മുടെ മനസ്സിന് പ്രധാനപ്പെട്ടതാണ്. കേട്ടോ? അതുപോലെ മോളിന് വായിക്കണം. ഈ പത്രമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ എടുത്ത് വായിക്കണം. ഒരുപാട് ബുക്കുകൾ വായിക്കണം. വായിച്ചാണ് മോള് വളരേണ്ടത്. അല്ലാതെ ഈ TV മൊബൈലൊന്നും എടുത്ത് നോക്കിക്കൊണ്ടിരിക്കരുത്. കേട്ടോ? നമുക്ക് വേണം വായന, നല്ലത് ചൊല്ലാൻ നല്ലത് കേൾക്കാൻ, നാവിൻ തുമ്പിൽ വാടിക തീർക്കാൻ, വാക്കുകൾ കൊണ്ടൊരു മാനം ചൊരിയാൻ. നമുക്ക് വേണം വായന, നമുക്ക് വേണം വായന, നമുക്ക് വേണം വായന. സന്ദർഭത്തിൽ മറ്റൊരിടം. കുട്ടികളെ, നിങ്ങൾ എന്തിനാണ് പുസ്തകങ്ങൾ അലക്ഷ്യമായിട്ടിരിക്കുന്നത്? കുട്ടികളെ, നിങ്ങളോടാണ് ചോദിക്കുന്നത്, എന്തിനാണ് ഈ പുസ്തകങ്ങൾ അലക്ഷ്യമായിട്ടിരിക്കുന്നത്? ഞങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഞങ്ങൾ ചെയ്യും. നിങ്ങളാരെയൊക്കെ ചോദിക്കാൻ? നിങ്ങൾ എന്തിനാണ് ഈ മൊബൈൽ കാണുന്നത്? എന്താ അറിവാണ് നിങ്ങൾക്ക് മൊബൈലിൽ നിന്ന് കിട്ടുന്നത്? ഞങ്ങൾക്ക് ഇഷ്ടമുള്ളത് കാണാൻ പറ്റുന്നില്ല. നിങ്ങളുടെ അമ്മയുടെ അറിവോട് കൂടിയാണോ നിങ്ങൾ മൊബൈൽ ഉപയോഗിക്കുന്നത്? അയ്യോ അല്ല. നിങ്ങൾ എന്തൊരു വലിയ തെറ്റാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് അറിയുമോ? നിങ്ങൾക്ക് അറിയില്ല ടീച്ചർ. അമ്മു, അമ്മു, ആര് നിനക്ക് ഫോൺ തന്നത്? അമ്മ ഞാനും എടുത്തത്. നീ എന്തിനാ എന്നോട് ചോദിക്കാതെ ഫോൺ എടുത്തത്? അയ്യോ ക്ഷമിക്കണം അമ്മേ. പിന്നെ ടീച്ചർ എത്ര പറഞ്ഞാലും കുട്ടി കേൾക്കില്ല. അതിനി പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ ഇതൊക്കെ തുടക്കത്തിലേ തിരുത്തേണ്ടതായിരുന്നു. നമുക്കിനി അവരെ പറഞ്ഞ് മനസ്സിലാക്കാം. നിങ്ങൾ ഈ മൊബൈലിൽ നിങ്ങൾക്ക് ഇപ്പൊ ആവശ്യമുള്ള കാര്യമല്ല മൊബൈല്. നിങ്ങളിപ്പോൾ വായിച്ചാണ് വളരേണ്ടത്. നമുക്ക് ഈ മൊബൈലിലാണ് നമുക്ക് എല്ലാം അറിയാൻ പറ്റുന്നത്. പുസ്തകം വായിച്ചാൽ നമുക്ക് ഒന്നും കിട്ടുന്നില്ല. എന്തുകൊണ്ട് കിട്ടുന്നില്ല? നിങ്ങളത് അറിയാത്തത് കൊണ്ടാണ്. ഈ മൊബൈൽ ഉപേക്ഷിക്കൂ. നിങ്ങൾ എന്നിട്ട് പുസ്തകങ്ങൾ വായിക്കാൻ തുടങ്ങൂ. ശരിക്കും ടീച്ചർ, നമ്മൾ ഈ പുസ്തകങ്ങൾ മാത്രമേ വായിക്കുകയുള്ളൂ. എവിടെ നിന്നാണ് ഈ പുസ്തകങ്ങൾ കിട്ടുന്നത് ടീച്ചർ? പുസ്തകങ്ങൾ നിങ്ങൾക്ക് സ്കൂളുകളിലും വായനശാലകളിലും ഒക്കെ ലഭിക്കും. നിങ്ങൾ ഈ മൊബൈൽ താഴെ വെച്ച് നിങ്ങൾ അവിടേക്ക് പോകും. നിങ്ങൾക്ക് ഒരുപാട് പുസ്തകങ്ങൾ നിങ്ങൾക്ക് വേണ്ടി അവിടെ ഉണ്ടാകും. കഥാപുസ്തകങ്ങൾ, ഗുണപാഠ കഥകൾ, കവിതകൾ എല്ലാം തന്നെ അവിടെ കാണും. ശരി ടീച്ചർ, നമ്മളിനി വായിച്ചു വളരും. അത് തന്നെ, വായനയാണ് വലുത്. വായിച്ചു തന്നെയാണ് നമ്മൾ വളരേണ്ടത്. അക്ഷരനിധിയിൽ നിന്നും നാം അറിവിൻ മുത്തുകൾ മാറേണം. പുസ്തകമെന്നൊരു ചങ്ങാതി, ഉത്തമനായൊരു വഴികാട്ടി. പുസ്തകമെന്നൊരു ചങ്ങാതി, ഉത്തമനായൊരു വഴികാട്ടി. അറിയുക നമ്മൾ ലോകത്തെ വായന എന്നൊരു കർമ്മത്താൽ. വായിച്ചങ്ങനെ വളരേണം, നേടണമെന്നും വിജ്ഞാനം. വായിച്ചങ്ങനെ വളരേണം, നേടണമെന്നും വിജ്ഞാനം. അജ്ഞാനത്തിൽ പ്രഭ പേറേണം, അജ്ഞാനെന്നും വെടിയേണം. പുസ്തക വായന ശീലത്താൽ അറിവിൽ ശോഭ പരക്കട്ടെ.
പുസ്തക വായനശീലത്താൽ അറിവിൻ ശോഭ പരക്കട്ടെ, അറിവിൻ ശോഭ പരക്കട്ടെ, അറിവിൻ ശോഭ പരക്കട്ടെ.